ജനഹൃദയങ്ങളെ കീഴ്പ്പെടുത്തിയ സമര നേതാവ് വിലാപയാത്രയായി പോയപ്പോഴും മുക്കിലും മൂലയിലും നിന്നും ഉയർന്നു കേട്ട മുദ്രാവാക്യം ഇതായിരുന്നു: ഇല്ല ഇല്ല, മരിച്ചിട്ടില്ല, ആരു പറഞ്ഞു മരിച്ചെന്ന. ഒരു നേതാവിന് ഇതിൽ പരം എന്ത് വേണം ഈ ലോകത്തോട് വിട പറയുമ്പോൾ? സഖാവിനെ ഓർക്കാൻ കഥകളേറെയുണ്ട്. ഒരു നേതാവ് എന്നതിലുപരി കൂടെ നിൽക്കുന്ന മനസാക്ഷിയുള്ള മനുഷ്യനായിരിക്കും VS-നെ സാധാരണക്കാർ ഓർക്കുക. മുൻപൊരിക്കൽ പാർട്ടിക്കകത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പറയാം. മുഹമ്മദ് റിയാസിനെ പേടിപ്പിച്ച് പാകിസ്ഥാനിലേക്ക് അയക്കാം എന്ന പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ശക്തമായ പ്രസ്ഥാനം ഈ മണ്ണിൽ ഉറച്ചുനിന്ന് പാകിസ്ഥാനിലേക്ക് അയക്കാൻ തയ്യാറായിരിക്കുന്നവരെ എങ്ങോട്ടാണ് അയക്കാൻ പോകുന്നതെന്ന് കാണാം. 2016 തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ VS നടത്തിയൊരു പ്രസംഗമാണിത്. അന്ന് കോഴിക്കോട് ബീച്ചിൽ നടത്തിയ ചാനൽ സംവാദത്തിൽ റിയാസ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ BJP-കാർ റിയാസിനെ പാകിസ്ഥാനിൽ അയക്കണം എന്ന ഭീഷണി മുഴക്കി. ഇത് വലിയ വിവാദമായി മാറി. അന്ന് കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന പ്രചാരണ യോഗത്തിൽ VS ഇതിനെതിരെ ആഞ്ഞടിക്കുകയാണ് ഉണ്ടായത്. 2012 റിയാസ് സമരത്തിന്റെ ഭാഗമായി 1 മാസത്തെ ജയിൽവാസം കഴിഞ്ഞു വന്നപ്പോൾ മാലയിട്ട് സ്വീകരിച്ചതും VS ആയിരുന്നു. അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിലെ അതികായനും പോരാട്ടങ്ങളുടെ പ്രതീകവുമായിരുന്ന VS സാധാരണക്കാരന്റെ ശബ്ദമായി പതിറ്റാണ്ടുകളോളമാണ് നിലകൊണ്ടത്. തന്റെ ജീവിതം കൊണ്ട് ഒരു യുഗസന്ധിയുടെ അന്ത്യം അടയാളപ്പെടുത്തുന്നു. പലപ്പോഴും സമാനതകളില്ലാത്ത വ്യക്തിത്വ പോരാട്ടങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയതാണ് VS അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതം. അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം. ഒരേ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവരും ഒരേ ലക്ഷ്യത്തിനായി നിലകൊണ്ടവരുമായിരുന്നിട്ടും ഇരുവരും തമ്മിലുള്ള ബന്ധം സൗഹൃദവും ശത്രുതയും മാറി മാറി വന്ന ഒരു സങ്കീർണ സമവാക്യമായിരുന്നു. ഒരുമിച്ച് പാർട്ടി കെട്ടിപ്പടുത്തവർ കാലക്രമേണ CPM-ന്റെ 2 ധ്രുവങ്ങളായി മാറിയ കാഴ്ച കേരള രാഷ്ട്രീയം കൗതുകത്തോടെയും ആശങ്കയോടെയും കണ്ടതാണ്. ഇത്തരത്തിൽ പാർട്ടിക്കകത്തും പുറത്തുമായി കഥകളേറെയുണ്ട് VS-നെ ഓർക്കാൻ. മുഖ്യധാര രാഷ്ട്രീയം മൂലധന ശക്തികൾക്കൊപ്പം സഞ്ചരിക്കാനും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്ന കാലത്തായിരുന്നു പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ശബ്ദമുയർത്തിക്കൊണ്ട് VS വന്നത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തെ സ്വന്തം പാർട്ടിക്കപ്പുറത്തേക്കും പ്രസക്തിയുള്ളതാക്കി മാറ്റിയതാണ് അദ്ദേഹം മറ്റു പ്രവർത്തകരിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ കാരണം. അതിവേഗമാണത് സാധാരണക്കാരന്റെ ശബ്ദമായി മാറിയത്. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികതയുടെ അമിതഭാരമൊന്നുമില്ലാതെ എന്നാൽ ഇടതു രാഷ്ട്രീയമെന്ന ആദർശധീരതയുടെ നിലപാടുതറയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രായാധിക്യത്തിന്റെ പരാധീനതകൾ പോലും വകവയ്ക്കാതെ VS നിലകൊണ്ടു. അനീതിയുടെ മതികെട്ടാൻ മലനിരകളിലേക്ക് പോരാട്ടം നയിച്ചു. അധികാരത്തണലിൽ തഴച്ചു വളർന്ന ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ പ്രതിരോധം തീർത്തു. രാഷ്ട്രീയ ദുരഹങ്കാര പ്രമത്തതയിൽ ചവിട്ടിമതിക്കപ്പെട്ട ജീവിതങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തി. അധികാരവും അഴിമതിയും കൈകോർക്കുന്ന ഇടങ്ങളിലെല്ലാം കടന്നു ചെന്ന പ്രതിരോധത്തിന്റെ വൻമതിലുകൾ തീർത്തു. പാർട്ടിക്കപ്പുറം വളർന്ന ജനപിന്തുണ പാർട്ടിയിലെ പ്രമുഖർക്ക് തലവേദനയായപ്പോൾ വൃദ്ധ പോരാളിക്ക് ആയുധവും വെടിമരുന്നും തന്ത്രങ്ങളും പകർന്ന ശക്തിയേകിയ കൂട്ടാളികളെ പാർട്ടി തന്നെ ഒന്നൊന്നായി വെട്ടിമാറ്റി. 1964 CPI ദേശീയ കൌൺസിലിൽ നിന്നും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി CPM എന്ന പാർട്ടി രൂപവൽക്കരിക്കാൻ മുൻകൈയെടുത്ത 32 നേതാക്കന്മാരിൽ ഒരാളായി VS അച്യുതാനന്ദൻ ഒറ്റപ്പെട്ടു നിന്നപ്പോഴും ആ തിരിച്ചറിവ് കീഴടങ്ങാൻ തയ്യാറാവില്ല എന്ന നിശ്ചയദാർഢ്യമായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്കു വേണ്ടി ജീവിച്ച നേതാവിന് പോരാട്ടം തുടരാൻ ജനങ്ങളുടെ പിന്തുണ മാത്രം മതിയായിരുന്നു. അന്ന് ദേശീയ കൌൺസിലിൽ നിന്നിറങ്ങിപ്പോയ 32 പേരിൽ അവസാനത്തെയാളും യാത്ര പറയുമ്പോൾ CPM-ന്റെ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഒരു അധ്യായം കൂടി അവസാനിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.